എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഇന്ന് മുതൽ ഒരു ലഞ്ച് സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ലഞ്ചിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഉച്ചയൂണിന് ഒരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് അവിയൽ വയ്ക്കാം. അതിന് വേണ്ടി കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചക്ക ഓരോ ചുളയും എടുത്ത് നീളത്തിലൊന്ന് മുറിച്ചിടുന്നുണ്ട്. ചട്ടിയിലേക്ക് തന്നെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കൊന്നത് മാറ്റി വെച്ചിട്ട് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ളൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ആ ചട്ടിയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ചക്കച്ചുളയുടെ പുറത്തേക്ക് അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബീൻസ് ഒന്ന് അരിഞ്ഞെടുക്കണം. തോരൻ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് സൈഡിലങ്ങ് നാരില്ലാത്ത ബീൻസാണ്. ഒട്ടും കനമൊന്നുമില്ലാത്ത കട്ടിയില്ലാത്ത ബീൻസാണ്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം അത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഇത്രയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തോരനിലൊക്കെ തേങ്ങ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഞെരടി എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് തോരനയ്ക്ക്. അപ്പോൾ സവാളയുടെയും തേങ്ങയുടെയൊക്കെ കുറച്ച് നീരൊക്കെ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. ഞെരടി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഇനി പാത്രം മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വേകാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക എന്തായി നോക്കാം. അപ്പോൾ അത് ചക്ക നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി പരുവായി വന്നിട്ടുണ്ട്. അവിയൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ നല്ലതാണ്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. താളിച്ചൊഴിച്ചാൽ നല്ലതാണ്. ഈ രീതിയിൽ കുറച്ചധികം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചക്ക അവിയൽ. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള ചക്ക അവിയൽ റെഡിയായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് മീനൊന്ന് വറുക്കാനുണ്ട്. ചെങ്കലവ മീനാണ്. അതിലേക്ക് അരപ്പ് മസാല പുരട്ടി കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് മസാല പുരട്ടിയതിന് ശേഷം പാത്രം അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ മീനിനകത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടണം. ചോറ് വിളമ്പുന്ന സമയത്ത് മീൻ വറുത്തെടുക്കാം. അപ്പം പാത്രം മൂടി ഫ്രിഡ്ജിലേക്ക് ആക്കി കൊടുക്കാം. ഇതാ തോരനൊന്ന് നോക്കാം. അപ്പം തോരൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് താളിച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള തോരനും റെഡിയായി കഴിഞ്ഞു. അതാ കണ്ടില്ലേ, തോരൻ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പം തോരന് റെഡിയായി കഴിഞ്ഞ് നമുക്ക് മീൻ കറി വയ്ക്കാം. അപ്പോൾ ഇന്ന് കൊഞ്ചാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് തീയിൽ വയ്ക്കാനാണ്. അപ്പോൾ ആവശ്യമുള്ള തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് തേങ്ങ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം.
ചെമ്മീനൊക്കെ തീയിൽ വെക്കുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല നന്നായിട്ട് മൂത്ത് വന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. അപ്പം ഒട്ടും കരിഞ്ഞു പോകാതെ തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തേങ്ങയും മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമുള്ള വാളൻപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കറി വയ്ക്കാം. അതിനുവേണ്ടി കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കണം ഈ കൊഞ്ച് തീയിൽ വയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി എത്രത്തോളം ചേർത്ത് കൊടുക്കാമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഈ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചട്ടി മൂടി വെച്ചിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ട്. ഇത് വെളുത്ത ചെമ്മീനാണ്. അപ്പം തലയോടുകൂടി തന്നെ ഇട്ടേക്കുവാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കറി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം. ആ സമയത്ത് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീനൊന്ന് വറുത്തെടുക്കാം. അത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീനെല്ലാം കൂടി അതിലേക്ക് നിരത്തി കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് നമ്മൾ കറി എന്തായെന്ന് നോക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ അതവിടെ മൂടി വെച്ച് കൊടുക്കാം. ഇതാ മീൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാ കറി കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. മീൻ ഫ്രൈയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കറിയെല്ലാം സെറ്റായി കഴിഞ്ഞ് നമുക്ക് ചോറ് വിളമ്പാം. പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലേക്ക് ചക്ക അവിയൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ചക്ക ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലേക്ക് ഇനി തോരൻ വെച്ച് കൊടുക്കാം. അപ്പോൾ തോരൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മീൻ വറുത്തതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം മീൻ വറുത്തത് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.